ഹായ് ഓൾ. അപ്പോൾ നമ്മളങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 7 ദിവസമായിട്ട് ഞാൻ ഒത്തിരി ബിസിയായിരുന്നു. അപ്പോൾ നമ്മൾ റിവ്യൂവിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതായത് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഹിന്ദി സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതൊരു സൈക്കോ കില്ലർ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ ടൈപ്പുള്ളൊരു മൂവിയാണ്. ഓപ്പറേഷൻ മെയ് ഫെയർ എന്നാണ് സിനിമയുടെ പേര്. പ്രധാന വേഷം എത്തുന്നത് ജിമ്മി ഷെറിഗിൽ, വേദിക ദത്ത്, ആങ്കൂർ ഭാട്ടിയ ഇവരൊക്കെയാണ് പ്രധാന എത്തുന്ന. സംവിധാനം സുഡിപ്റ്റോ സർക്കാർ. ഈ സിനിമ സത്യം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സീരിയൽ കില്ലർ സംബന്ധപ്പെട്ട സിനിമയായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ട് തോന്നിപ്പോയി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടു മറന്ന ഒരു ക്ലീഷേ ആയിട്ടാണ് എനിക്ക് തോന്നി. കാരണം നമ്മുടെ മലയാളത്തിലും തമിഴിലും വന്ന സൈക്കോ ത്രില്ലറുകളൊക്കെ ഒരു ചായ്വ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് തോന്നിയത്. കാരണം ഒരു ഫ്രഷ് സ്റ്റോറിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സൈക്കോ കില്ലർ പടങ്ങൾക്കില്ലെന്നാണ് സംശയം. പിന്നെ ഈ സിനിമയിലെ പെർഫോമൻസ് നോക്കണമെങ്കിൽ ആ വില്ലൻ റോൾ ചെയ്തിരിക്കുന്ന ആങ്കൂർ ഭാട്ടിയ മാത്രമാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് തോന്നിപ്പോയത്. ബാക്കി എല്ലാവരും ഒരു ആവറേജ് ലെവലിൽ നിന്നിരിക്കുന്ന. സിനിമയുടെ കഥ നടക്കുന്നത് ലണ്ടനിലാണ്. ലണ്ടനിലെ ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത് സംബന്ധപ്പെട്ട ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രില്ലിംഗ് ആണ് പടം, പിടിച്ചിരുത്തുന്നുണ്ട്. എന്ത് നടക്കും, ഇയാൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളിലേക്ക് മെയിനായിട്ട് സിനിമ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു നമുക്കിപ്പം ഈ സിനിമയുടെ ഒരു പ്രധാനമായിട്ടും ഒരു തീം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീം മറ്റൊരു സിനിമയായിട്ട് നല്ല കണക്ഷൻ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് ചുരണ്ടിയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ക്രിപ്റ്റ് ഈ സിനിമയ്ക്കില്ല. സുഡിപ്റ്റോ സർക്കാരാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് വന്നിട്ടുള്ള രാക്ഷസൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മലയാളത്തിൽ വന്നിരിക്കുന്ന 2-3 സിനിമയുടെയൊക്കെ ഒരു സീക്വൻസുകളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വെച്ചേക്കാണ്. ഈ രാക്ഷസനാണ് ഇന്ത്യൻ സിനിമത്തിലെ ഏറ്റവും വലിയൊരു സൈക്കോ ത്രില്ലർ സിനിമയായിട്ട് അംഗീകരിച്ച് വെച്ചേക്കുന്നത്. ആ ഒരു സിനിമയുടെ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു പറഞ്ഞ ഒരുപാട് സൈക്കോ കില്ലർ സിനിമകളൊക്കെ ഒരു എലമെൻറ്റ് ഉൾപ്പെടുത്താൻ വെച്ചിരിക്കുന്നത്. പക്ഷേ മെയിനായിട്ടൊരു കാര്യമുണ്ട് ഈ സിനിമയിൽ. അതായത് ഈ സിനിമ ഇങ്ങനെയേ മൂവ് ചെയ്തിങ്ങനെ പോകാൻ നേരത്ത് നമുക്ക് ഈ പ്രതിനെ എപ്പോൾ പിടിക്കും, എങ്ങനെയാണ് ടേൺ ഓവർ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് തരുന്നുണ്ട്. ഇതെങ്ങനെ പിടിക്കും. അതായത് ഈ സിനിമയിൽ തന്നെ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തന്നെ ഉള്ള ഒരാളാണ് ഇതിനകത്തുള്ള ഒരു കില്ലർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നൊരു പുള്ളി തന്നെയാണ് ഇതിൻ്റെ ഒരു മർഡറും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രോമയുണ്ട്. ആ ട്രോമ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെപ്പ് മമ്മിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു അവഗണന, പുച്ഛം എന്നുള്ള കാര്യങ്ങളെ കൊണ്ട് ഇദ്ദേഹം ഒരു സൈക്കോപാത്തായി മാറുന്നതും അവരുടെ ഫേസ് കണ്ടിട്ട് അദ്ദേഹം 2-3 പേരുടെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിങ്ങനെ പോകുന്നത്. ലണ്ടനിലുള്ള ഒരു സ്റ്റൈലും മോഡലുമായിട്ടുള്ള ഒരു പെൺകുട്ടി മരണപ്പെടുകയും അത് മുഖാന്തരപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ജിമ്മി ഷെറിഗിലൂടെ എത്തുന്നത്. വേദിക ദത്തിൻ്റെ ഒരു റോളും കാര്യങ്ങളൊക്കെ ഇവരെ കൂടെ ഇപ്പോൾ കൂടുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുന്ന നേരത്ത് ആങ്കൂർ ഭാട്ടി എന്ന് പറഞ്ഞ ഈ ഒരു നമ്മുടെ ഒരു വില്ലൻ റോൾ ഇവരുടെ ഒരു ഗ്യാങ്ങത്തിനുള്ള ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഒരു പുള്ളിയാണ്. ആ വ്യക്തിയുള്ളവരുടെ ഒരു പ്രസൻസിലാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഒരു പ്രതി തന്നെ ഇവരുടെ ഗ്യാങ്ങിലുള്ള സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ്റെ പല രീതിക്ക് മാറ്റി തിരിച്ച് വിടാൻ വേണ്ടി പറ്റിയ രീതിക്കാണ് ഇദ്ദേഹത്തിൻ്റെ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ എലമെൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊടുക്കുക. അത് കാണാൻ വേണ്ടി ഭയങ്കര രസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു ആവറേജ് അനുഭവം തന്നെയായിരുന്നു. പടത്തിന് മികച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ 1 മണിക്കൂറും 55 മിനിറ്റും ലെങ്ത്തുള്ള ഈ സിനിമയിൽ ഈ ഒരു നമ്മൾ കണ്ടു മറന്ന ഒരുപാട് സിനിമകളുടെയൊക്കെ ഒരു എടുത്തൊക്കെ വെച്ച് തന്നെയാണ് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു മറന്ന ഒരു എലമെൻറ്റ് നമുക്ക് വീണ്ടും കാണുമ്പോൾ ആൾറെഡി നമുക്കിതിലിങ്ങനെ ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. ഈ സിനിമയുടെ ഒരു മെയിൻ തീം കണ്ടേക്കുന്ന സൈക്കോ എന്നൊരു സിനിമയുണ്ട് തമിഴ് വന്നേക്കുന്നത്. ആ ഒരു സിനിമയുടെ ഏതാണ്ടൊരു അടുത്തെത്തുന്ന ഒരു എലമെൻറ്റിലേക്കാണ് ഇങ്ങനെയാണ് ഒരു ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമ സത്യമായി എന്നെ അപേക്ഷിക്കുന്ന ഒരു നിരാശപ്പെടുത്തിയ പടമായിപ്പോയി. ഓപ്പറേഷൻ മെയ് ഫെയർ എന്നൊക്കെ പറഞ്ഞ് ലണ്ടനിൽ പശ്ചാത്തലത്തിൽ വന്ന ഒരു സിനിമ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ലെവലൊക്കെ കൂടുതലാണ്. പക്ഷേ സിനിമ കണ്ടു തുടങ്ങിയ സമയത്ത് ആ ഒരു എക്സ്പെക്ടേഷൻ പോവുകയാണ് ചെയ്തത്. കില്ലറുടെ എൻട്രിയും കാര്യങ്ങളും അദ്ദേഹത്തിന് മർഡർ രീതികളാണ് ഭയങ്കര രസമാണ്. പക്ഷേ രസമുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്തുന്ന സമയത്താണെങ്കിൽ സിനിമ സത്യം പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പായിട്ട് എനിക്ക് തോന്നി. ഒരു രീതിക്കുള്ള ഒരു ഇമ്പാക്റ്റ് പോലും ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു രീതിക്കുള്ള ഒരു മോശമെന്ന് വെച്ചാൽ വളരെ മോശം രീതിക്കായിപ്പോയി റൂട്ട് പോക്ക്. നമുക്ക് ഈ സ്ക്രിപ്റ്റ് കാണുമ്പോഴേ അറിയാം നമ്മൾ മുമ്പ് കണ്ടു മറന്ന പല പടങ്ങളുടെയും ഒരു ജോയിൻ്റായിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരു ഫ്രഷ് സ്റ്റോറി ഇല്ല. ഈ ഒരു രീതിക്കൊരു ഇൻഡിപെൻഡൻ്റ്ലി ഇപ്പം നമുക്കൊരു തിരക്ക് തയ്യാറാക്കി വെക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വരത്തില്ലല്ലോ. എന്താണ് ഇപ്പോൾ സീരിയൽ കില്ലർ സിനിമകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു പാറ്റേൺ തന്നെ. എന്തെങ്കിലും ഒരു ട്രോമയോ അല്ലെങ്കിൽ മുൻപ് തന്ന ഒരു ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായ ഒരു പുച്ഛമോ അവഗണനയെ കൊണ്ടായിരിക്കും ഒരാളൊരു സൈക്കോപാത്തായി മാറുന്നത്, സീരിയൽ കില്ലറായി മാറുന്നതൊക്കെ. ആ രീതിക്കൊക്കെയാണ് കഥ പറഞ്ഞു വയ്ക്കുന്നത്. അതിലൊരു പുതുമ ഇന്നുവരെ വന്നിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യമായിട്ടൊക്കെ തോന്നിപ്പോയത്. പിന്നെ വെറുതെ ഒരു ഫ്രീ ടൈമിൽ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയൊരു സിനിമ തന്നെയാണ് തോന്നിയിരിക്കുന്നത്.
വെറുതെ കണ്ടിരിക്കാം, അല്ലാതെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാനോ അത് മുഖാന്തരമുള്ള ഒരു ത്രില്ലിങ്ങോ കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു ഒന്നുമില്ല. തുടക്കത്തിൽ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് ആ സൈക്കോപാത്ത നിൽക്കുന്ന ആങ്കൂർ ഭാട്ടിയെ ചെയ്യുന്നതിനെക്കുറിച്ച് മർഡർ സീനും കാര്യങ്ങളും അതൊക്കെയാണ് ഒരു ത്രില്ലായിട്ട് തോന്നിയിരിക്കുന്നത്. ഈ സിനിമ നമുക്ക് ഒരു ടൈം പാസിന് കാണാൻ വേണ്ടി പറ്റിയ ഒരു ഇതാണ്. സുഡിപ്റ്റോ സർക്കാർ എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് പറയാൻ വേണ്ടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങൾ ഈ സിനിമ എടുത്തേക്കുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് കൂടെ ഒത്തിരി വർക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ഇതായിട്ട് പറഞ്ഞില്ല. ലണ്ടനാണ് പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും അതിനുള്ള ഒരു സ്റ്റോറി എലമെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാൻ വേണ്ടി പറ്റൂ. ഓപ്പറേഷൻ മേഫിയർ എന്ന സിനിമയെ പറ്റി എന്നെ അപേക്ഷിച്ച് വളരെ മോശം സിനിമയായിപ്പോയി. സോങ്ങും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നുമില്ല, BGM-നും ഇവിടെ ഇതില്ല. പിന്നെ കണ്ടു മറന്ന ഒരു സൈക്കോപാത്ത് കില്ലർ സിനിമയുടെയൊക്കെ ഒരു ടച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മോശം സിനിമയാണ് ഓപ്പറേഷൻ മേഫിയർ. നേരപ്പോക്കിനായിട്ട് ചുമ്മാ ഒന്ന് കാണാം. ഒരു സൈക്കോ ത്രില്ലർ പടം കാണാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ സിനിമ കാണാൻ നേരത്ത് പല സിനിമയുടെയൊക്കെ ഒരു വൈബായിട്ട് തോന്നുന്നു. ഇത്ര കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. വളരെ നിരാശപ്പെട്ട ഒരു ഇതായിപ്പോയി. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് സിനിമയുടെ റിവ്യൂ ഇങ്ങനെ കണ്ടിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റു സിനിമകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.